ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ വീണ്ടും ഞാൻ എൻ്റെ ആ ഒരു സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഓഫീസിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ കുട്ടിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഓഫീസിൽ വർക്കൊന്നും ചെയ്യാണ്ട് എപ്പോഴും ഈ ഒരു ബാക്ക് സൈഡിലാണല്ലോ വന്ന് നിൽക്കണത് എന്നുള്ളതൊക്കെ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീ ടൈമിലാണ് ഞാനിവിടെ വന്നിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യാറ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ചിമ്പൂനൊക്കെ ആയിട്ട് കൂടുതലും ഇവിടെ വന്നിരിക്കാറും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് നിന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു കേട്ടോ. അത് നിങ്ങളുടെ അടുത്ത് പറയാനാണ് വന്നത്. ഇന്നെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഈ മരത്തിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഒരു പൊന്മാനുണ്ടല്ലോ, കിങ് ഫിഷർ, മീൻകുത്തി എന്നൊക്കെ പറയും. അപ്പോൾ ഈ മീൻകുത്തി ഇവിടെ മുകളിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കോളിലായിരുന്നു. അപ്പോൾ കോളൊക്കെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു സാധനം താഴേക്ക് വീണു. ഞാൻ എന്താണെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അപ്പം തന്നെ പൊന്തിയിട്ട് ഒരു മീനിനെ എടുത്തിട്ട് ഒരു പൊന്മാൻ പറന്ന് പോണത് കണ്ടു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ചിമ്പൂനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ ചിമ്പൂനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ചിമ്പൂനെ കണ്ടത്. അവൻ്റെ സ്ഥിരം പ്ലേസാണ് ഇവിടെ അടുത്ത്, നമ്മുടെ ഷോറൂമിൻ്റെ അവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ ദൂരെയായിട്ടായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ കണ്ടതും അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് കുറേ നേരം എൻ്റെ അടുത്ത് നിന്ന് ഒന്നതായിട്ടാണ് അവൻ പോയത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7:30 ആ ടൈമിലൊക്കെ ആയിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ നിങ്ങളെന്തായാലും അവൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് വായോട്ടാ. ഇപ്പോൾ ചിമ്പു നിൽക്കുന്നതിൻ്റെ തൊട്ടു പിന്നിലായിട്ട് ഒരു കട കാണാം. അതിൻ്റെ തൊട്ടു മുകളിലായിട്ട് കുറച്ച് ഈ അണ്ണന്മാർക്കൊക്കെ താമസിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ റൂമുകളുണ്ട്. അതിൽ ഒരു റൂമിലാണ് ഇവൻ്റെ യജമാനും ആൾക്കാരൊക്കെ താമസിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടിയിലായിട്ടൊരു കോഴിക്കട ഉണ്ട്. അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു വീടുണ്ട് കേട്ടോ. അതാണ് മുസ്ലിംസിൻ്റെ വീടെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ കാർ പോർച്ചിലാണ് ഇവൻ കിടക്കണത് കേട്ടോ. അവർ തന്നെയാണ് ഇവനെ കൂടുതൽ നേരവും നോക്കണതും ഇവന് വേണ്ട ഭക്ഷണം കൊടുക്കണതൊക്കെ അവർ തന്നെയാണ്. അതിൽ ഒരു നേരം മാത്രമാണ് കേട്ടോ ചിമ്പു എന്നെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരാറുള്ളത്. ഇപ്പോൾ അവർ റോട്ടിൽ കൂടെ ഓടി വരുമ്പോൾ എല്ലാവരും കൂടി എന്നെ പൊങ്കാലിടരുത്, കാരണം അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എൻ്റെ പിന്നാലെ വന്നിട്ടുള്ളത്. ആ സ്നേഹം ഞാൻ മനസ്സിലാക്കിയിട്ട് എന്നും അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ മാത്രമല്ല കേട്ടോ, അവൻ്റെ ഇനിയും ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അവൻ്റെ ഒരു വീഡിയോ കിട്ടിയപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. പുതിയ വീഡിയോ ഇനി വരുന്നുണ്ട്. അവൻ്റെ മുറിവൊക്കെ ഉണങ്ങിയ വീഡിയോസൊക്കെ, മുറിവ് ഉണങ്ങിയത് കാണിക്കുന്ന ഒരുപാട് വീഡിയോ ഒക്കെ വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഇപ്പോഴും ഒരു മൂടിക്കെട്ടിയ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നലെ ഞാൻ ഗുരുവായൂർ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.